ശസ്ത്രക്രിയാ രംഗത്ത് കേരളത്തിന്റെ ഇന്ത്യയുടെ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ആളാണ് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം. കേരളത്തിൽ വിജയകരമായി നടന്ന 2 ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയകളും ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു. ഇനി വൈദ്യശാസ്ത്ര രംഗത്ത് നിന്ന് ഒരു വിജയഗാനം. നിലച്ചുപോയേക്കാവുന്ന നിരവധി ഹൃദയങ്ങളാണ് ഈ മാന്ത്രിക വിരലുകൾ തൊട്ടുണർത്തിയത്. പ്രതീക്ഷകൾ അസ്തമിച്ച് ഇയാൾക്ക് മുന്നിലെത്തുന്ന രോഗികൾ ഈ ഭിഷഗ്വരന് കൽപ്പിച്ചു നൽകിയത് രക്ഷകന്റെ സ്ഥാനമായിരുന്നു. ഇത് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം. എറണാകുളം ജില്ലയിലെ തെക്കൻ പറവൂർ എന്ന ഗ്രാമത്തിൽ 1958 ജനനം. തെക്കൻ പറവൂർ പള്ളിയോട് ചേർന്നുള്ള മഠമക സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം. തുടർ വിദ്യാഭ്യാസം വെടിമുകൾ സെന്റ് പോൾസ്, മന്നാൻ സെന്റ് എഫ്രൈം തുടങ്ങിയ സ്കൂളുകളിൽ. ജോസ് ചാക്കോയുടെ പിതാവ് പ്രിൻസിപ്പലായിരുന്ന പാലാ സെന്റ് തോമസ് കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രിയും ഡിഗ്രിയും. തനിക്കിണങ്ങുന്ന പ്രൊഫഷൻ ഡോക്ടറുടേതെന്ന് മനസ്സിലാക്കിയ ജോസ് ചാക്കോ 1978 കോട്ടയം മെഡിക്കൽ കോളേജിൽ MBBS ചേർന്നു. MBBS ശേഷം ഉപപഠനാർത്ഥം ഇംഗ്ലണ്ടിലേക്ക്. ഗ്ലാസ്കോ എഡിൻബറോ കോളേജിൽ നിന്ന് FRCS 1993 പാസ്സായി. 95 വിവിധ കോളേജുകൾ നടത്തുന്ന FRCS CTH പാസ്സാകുന്ന രണ്ടാമത്തെ മലയാളിയായി ഡോക്ടർ ജോസ് ചാക്കോ. ഹൃദയ ശസ്ത്രക്രിയയിൽ ഡോക്ടർ ജോസ് ചാക്കോയ്ക്ക് 1986-96 കാലഘട്ടങ്ങളിൽ ഇംഗ്ലണ്ടിലെയും അയർലൻഡിലെയും വിവിധ ആശുപത്രികളിൽ നിന്ന് പരിശീലനം ലഭിച്ചു. ഇതിലേറ്റവും പ്രധാനം വെയിൽസിന്റെ തലസ്ഥാനമായ കാർഡിഫിലെ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ഓഫ് വെയിൽസിൽ ഡോക്ടർ ഇയാൻ ബ്രക്കൻഡിച്ച് എന്ന സ്കോട്ടിഷ് ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധന്റെ കീഴിലെ പരിശീലനമായിരുന്നു. അയർലൻഡിൽ വെച്ച് ഹൃദയ ശസ്ത്രക്രിയാ വിഭാഗത്തിൽ ആദ്യമായി ജോലി കിട്ടിയ സന്ദർഭം ഡോക്ടർ ജോസ് ചാക്കോയ്ക്ക് ഒരിക്കലും മറക്കാനാവില്ല. അയർലൻഡിലെ നാഷണൽ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാർഡിയാക് വിഭാഗത്തിൽ ഒരൊഴിവ്. അപേക്ഷകർ വിവിധ രാജ്യങ്ങളിൽ നിന്നായി 80 പേർ. ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് 8 പേർ. തന്റെ കൺസൾട്ടന്റായ ഡോക്ടർ മൈക്കൽ റല്ലഹനെ കണ്ട് അനുഗ്രഹം വാങ്ങി. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഡോക്ടർ ജോസ് ചാക്കോ അവസാനം തെരഞ്ഞെടുക്കപ്പെട്ടു. ഈ സന്തോഷ വാർത്തയറിഞ്ഞ ഡോക്ടർ മൈക്കൽ റല്ലഹൻ പറഞ്ഞ വാക്കുകൾ ഇന്നും ഡോക്ടർ ജോസ് ചാക്കോയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. എന്റെ കൺസൾട്ടന്റ് മൈക്കൽ റല്ലഹാനെ ഞാൻ കണ്ടു സന്തോഷ വാർത്ത അറിയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചാക്കോ, ഞാൻ MBBS പഠിക്കുമ്പോൾ എന്റെ മാതാപിതാക്കൾ 2 പേരും മരിച്ചുപോയി. എനിക്ക് സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ എന്റെ പുസ്തകങ്ങളും എന്റെ ഹോസ്റ്റൽ അക്കോമഡേഷനും എന്റെ ഭക്ഷണവും എല്ലാം എനിക്ക് സഹായം തന്നത് ഒരു ഇന്ത്യക്കാരനായിരുന്നു, ഒരു മിസ്റ്റർ ചൌധരി. എന്റെ ജീവിതത്തിൽ എനിക്ക് ഇത്രയും സഹായം ചെയ്ത ഒരു സഹപ്രവർത്തനം ഉണ്ടായിരുന്നല്ലോ, ഒരു ഇന്ത്യക്കാരൻ. അതുകൊണ്ട് ഞാൻ ഇന്നിവിടെ കൺസൾട്ടന്റായിട്ട് വർക്ക് ചെയ്യുന്നു. ചാക്കോ ഇന്റർവ്യൂവിന് പോകുന്നതിന് തലേദിവസം ഞാൻ ഡബ്ലിനിൽ വിളിച്ച് പറഞ്ഞ് കൺസൾട്ടന്റിനോട് ഞാൻ പറഞ്ഞു, പ്ലീസ് ഗീവ് ദ ജോബ് ടു ഡോക്ടർ ചാക്കോ. ഹി ഈസ് എ വെരി സ്യൂട്ടബിൾ കാൻഡിഡേറ്റ് ആൻഡ് ഹി ഈസ് മൈ ഫേവറേറ്റ് ജൂനിയർ ഡോക്ടർ എന്ന് ഞാൻ വളരെ ശക്തമായി റെക്കമെൻഡ് ചെയ്തിരുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പലപ്പോഴും ഞങ്ങളെ വഴക്ക് പറയുകയും ശകാരിക്കുകയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്തിരുന്ന ആ മൈക്കൽ റല്ലഹൻ എനിക്ക് കാർഡിയക് സർജറിയിൽ വിദേശത്തുള്ള എന്റെ ആദ്യത്തെ ജോലി നേടിത്തരുന്നതിൽ വേറൊരു ഇന്ത്യക്കാരൻ അദ്ദേഹത്തെ സഹായിച്ചതിലൂടെ ദൈവം ഒരു വലിയ ഉപകരണമായിട്ട് അദ്ദേഹത്തെ ഉപയോഗിച്ചു. അതുവഴി എന്റെ കരിയറിൽ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ഉണ്ടാവുകയും ഇംഗ്ലണ്ടിൽ തന്നെ എനിക്ക് ഹൃദയ ശസ്ത്രക്രിയയിൽ ഉപരിപഠനം നടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഇന്ന് കേരളത്തിന് ഈ ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധന്റെ സേവനം ഒരുപക്ഷെ നഷ്ടപ്പെടേണ്ടതായിരുന്നു. 1996 തിരിച്ചെത്തിയ ഡോക്ടർ ജോസ് ചാക്കോയ്ക്ക് വ്യക്തിപരമായി നേരിടേണ്ടി വന്ന ഒരു സംഭവം ഇന്ന് കേരളത്തിലെ ഒരുപാട് ഹൃദയങ്ങൾ സംരക്ഷിക്കാനുള്ള നിയോഗത്തിലായിരുന്നു. ഞാൻ ഇംഗ്ലണ്ടിൽ നിന്നും 96 എറണാകുളത്ത് വരികയും മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ ഹൃദയ ശസ്ത്രക്രിയ വിഭാഗം സജ്ജമാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് എനിക്ക് മനസ്സിലായത് പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെയധികം സമയം ഈ ഡിപ്പാർട്ട്മെന്റ് തുടങ്ങുന്നതിനായി എനിക്ക് ചെലവഴിക്കേണ്ടി വരുമെന്ന്. ഏകദേശം 1.5 വർഷത്തോളം. തീർച്ചയായിട്ടും ജീവിതത്തെ 1.5 വർഷത്തോളം നമുക്ക് നഷ്ടപ്പെടുന്നത് ഒരു വലിയ നഷ്ടം തന്നെയാണ്. അങ്ങനെ ഇരിക്കവേ ഞാൻ തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പ് എന്റെ മനസ്സിൽ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്റെ
ഗ്രാൻഡ് മദർ, എന്റെ അമ്മ ഒരേ ഒരു കുട്ടിയായിരുന്നു. എന്റെ ഗ്രാൻഡ് മദർ ഞങ്ങളുടെ കൂട്ടത്തിലൊരു സ്വന്തം മാതാവിനെ പോലെ തന്നെ താമസിച്ചിരുന്നു, ഞങ്ങളെ സഹായിച്ചിരുന്നു. പെട്ടെന്ന് അവർക്കുണ്ടായ ഒരു ശാരീരിക അസ്വാസ്ഥ്യം, അവരുടെ ഒരു ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നു പോകുന്ന ഒരു സാഹചര്യം, ഒരു സ്ട്രോക്ക് ഉണ്ടായി. ഞങ്ങളെ 3 ആൺമക്കളാണ്. ഞങ്ങൾ 3 പേരിൽ 2 പേരും വിദേശത്താണ്. ഞാനും വിദേശത്തു നിന്ന് വന്ന് കഴിഞ്ഞ സാഹചര്യം, വല്യമ്മച്ചയെ നോക്കേണ്ട ഒരു ബാധ്യത എനിക്കുണ്ടായി. അങ്ങനെ തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് പോകാൻ വേണ്ടി മനസ്സൊരുക്കിയിരുന്ന എനിക്ക് അമ്മച്ചിയുടെ ഈ അസുഖം കാരണം നാട്ടിൽ കഴിയേണ്ടതായിട്ട് വന്നു. ഒരുപക്ഷെ ആ സാഹചര്യം ദൈവം കരുതിക്കുട്ടി ഉണ്ടാക്കിയതായിരിക്കാം. ആ സമയം, അല്ലെങ്കിൽ അമ്മച്ചിയെ ശുശ്രൂഷിക്കാനെടുത്ത ആ സമയം കൊണ്ട് ഈ ആശുപത്രിയിലെ ഹൃദയ ശസ്ത്രക്രിയ വിഭാഗം സുസജ്ജമാവുകയും ഏകദേശം ഒരു നല്ല കാത്തിരിപ്പിന് ശേഷം ഒരു നല്ല ഡിപ്പാർട്ട്മെന്റോടുകൂടി ഞങ്ങൾക്ക് ആരംഭിക്കുവാനും കഴിഞ്ഞു. കേരളത്തിൽ ഇതുവരെ നടന്ന 2 ഹൃദയമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ 5000-ഓളം ഹൃദയം തുറന്ന ശസ്ത്രക്രിയകൾ, വിവിധ ആശുപത്രികളിൽ നിന്നും ഉപേക്ഷിച്ചെത്തുന്ന ഹൃദയവാൽവ് തകരാറുകൾ, സ്പന്ദിക്കുന്ന ഹൃദയത്തിൽ ശുദ്ധരക്തവാഹിനികൾ മാത്രം ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയകൾ തുടങ്ങി ഡോക്ടർ ജോസ് ചാക്കോയുടെ നേതൃത്വത്തിൽ നടത്തിയ ശസ്ത്രക്രിയകൾ പലതും കേരള ചരിത്രത്തിന്റെ ഭാഗമാണ്. മരണം സംഭവിച്ചാലും ഒരു തുള്ളി രക്തം പോലും സ്വീകരിക്കാൻ മടിക്കുന്ന യഹോവ സാക്ഷികൾ എന്ന മതവിഭാഗം ഇന്ത്യയിൽ തങ്ങളുടെ ഹൃദയ ശസ്ത്രക്രിയ നടത്താൻ അംഗീകരിച്ചിരിക്കുന്ന ഈ കരിയർ വിജയിക്ക് ഈ പ്രൊഫഷനിലേക്ക് കടന്നുവിടുന്നവരോട് പറയാനുള്ളത് ഇങ്ങനെ: നമ്മളൊക്കെ പണ്ട് ചെറുപ്പത്തിൽ പറയാൻ അച്ഛനാകുന്ന അല്ലെങ്കിൽ കന്യാസ്ത്രീയാകുന്നത് ദൈവവിളിയാണ്. പക്ഷെ ഒരു വൈദ്യനാവുക, അല്ലെങ്കിൽ ഒരു ഡോക്ടറാവുക, നഴ്സാവുക, അല്ലെങ്കിൽ ഒരു ആതുര സേവന രംഗത്ത് ഒരു പ്രൊഫഷണലായിട്ട് മാറുമ്പോൾ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന ഒരു പ്രൊഫഷനാണ്, നമ്മുടെ ജീവനാണ്. വി ആർ മാരീഡ് ടു ദാറ്റ് പ്രൊഫഷൻ. നമ്മളുടെ ജീവിത അല്ലെങ്കിൽ വർക്കിംഗ് ടൈം 9 മണി മുതൽ 4 മണി വരെയുള്ള ഒരു വർക്കിംഗ് അല്ല ഒരു ഡോക്ടറുടേതോ നേഴ്സിന്റേതോ. അവരുടെ ജീവിതം മുഴുവൻ ഒരു ഡോക്ടറായി, ഒരു ദൈവവിളിയായി, സ്വന്തം ജീവിതം രോഗികൾക്കായി അർപ്പിക്കേണ്ട ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പ്രൊഫഷനാണ് മെഡിക്കൽ രംഗം എന്ന് ഞാൻ പലരോടും പറയാറുണ്ട്. തീർച്ചയായിട്ടും അത് അർത്ഥവത്തായെങ്കിൽ മാത്രമേ ഒരു ഡോക്ടർക്കോ നഴ്സിനോ അവരുടെ ജോലിയിൽ പൂർണ്ണമായി ഡെഡിക്കേറ്റ് ചെയ്തു എന്ന് അവകാശപ്പെടാനാകൂ. കരിയറിൽ വിജയിക്കണമെന്ന ആഗ്രഹവും കഠിനാധ്വാനവുമാണ് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറത്തിനെ ഈ നേട്ടങ്ങളിലേക്ക് എത്തിച്ചത്. നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നതും പ്രചോദിപ്പിക്കുന്നതും ഇത്തരം വിജയഗാഥകൾ ആകട്ടെ.